ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുരിശിൻ്റെ തണലിൽ എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ നാളുകളിൽ നമ്മളെല്ലാവരും ക്രിസ്മസിനായി ഒരുങ്ങുകയാണ്. നമ്മുടെയൊക്കെ വീടുകൾ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടാവാം. ഭൗതികമായ രീതിയിൽ നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ആത്മീയമായ രീതിയിലും എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും ഒരുങ്ങുന്നുണ്ട്. ഒരുപക്ഷെ സുഹൃതങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാനായിരിക്കാം, അല്ല എങ്കിൽ ചെറിയ ത്യാഗപ്രവർത്തികൾ ചെയ്യുവാനായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ചില തിന്മകളെ ബോധപൂർവം അത് മാറ്റിക്കളയുവാനുള്ള ശ്രമത്തിലായിരിക്കാം. എങ്ങനെയൊക്കെ ആയാലും വലിയൊരു ത്യാഗമനോഭാവത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ആയിരിക്കുക. സ്നേഹമുള്ളവരെ, കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷയുടെ തിരുനാളാണ് ക്രിസ്മസ്. അമേരിക്കയിലെ ചില പള്ളികളിൽ ക്രിസ്മസിന് ഒരുക്കമായി അവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ അനുഭവിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഇടവകളിൽ ക്രിസ്മസിന് മുമ്പായി ധ്യാനങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതേ തുടർന്ന് കുമ്പസാരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. ക്രിസ്മസിൻ്റെ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ ചുറ്റുവട്ടമുള്ള എല്ലാ പള്ളികളിലെയും വൈദികർ വന്ന് ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും എല്ലാ പള്ളികളിലും ഏകദേശം 2 മണിക്കൂറെങ്കിലും കുമ്പസാരമുണ്ടാകും. എന്നാൽ എല്ലാ ദിവസവും കുമ്പസാരം ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ഏത് സമയം പോയാലും കുമ്പസാരിക്കാനായിട്ട് സാധിക്കും ഒരു പള്ളിയിലേക്ക് പോയാൽ. എന്നാൽ അവിടെ അങ്ങനെയല്ല. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവർ പ്രാധാന്യം കൊടുത്ത ഒരു കാര്യമുണ്ട്. ക്രിസ്മസ് പോലുള്ള കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ഏകദേശം 2 അല്ലെങ്കിൽ 3 ദിവസം മാറ്റിവെക്കുക. ജനങ്ങളുടെ എണ്ണമനുസരിച്ച് ധാരാളം വൈദികർ ആ ഇടവകയിലേക്ക് വരും. വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ആൾക്കാർ ഒരുമിച്ച് കൂടുക. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പള്ളി നിറച്ചും ആൾക്കാർ എത്തുകയാണ്. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് അവിടെ വെച്ചിരിക്കും. ഇമ്പകരമായ ചെറിയൊരു മ്യൂസിക് ഉണ്ടാവും. അങ്ങനെ വന്നു കഴിയുമ്പം ആൾക്കാരെല്ലാം ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിശബ്ദമായി ഈശോയുടെ സ്നേഹമൊക്കെ അനുഭവിച്ചറിഞ്ഞ് ജീവിതത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പുൽക്കൂട്ടിലെ ഈശോയെ സ്വീകരിക്കാനായിട്ട് അവർ ഒരുങ്ങുകയാണ്. കുമ്പസാരമെല്ലാം കഴിഞ്ഞ് അവർ ഈശോയുടെ സാന്നിധ്യം പള്ളിയിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് വിശുദ്ധ കുർബാനയിലേക്ക് കുറേ നേരം നോക്കി പ്രാർത്ഥിച്ച് അവർ സന്തോഷത്തോടെ ആ പള്ളി വിട്ട് ഇറങ്ങിപ്പോകുന്ന ചിത്രം, അവരുടെ ജീവിതങ്ങളിലേക്ക്, വീടുകളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സ്നേഹമുള്ളവരെ, കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷയുടെ ഒരു തിരുനാൾ. അങ്ങനെയായാൽ കാത്തിരിപ്പിലൂടെ, പ്രതീക്ഷയിലൂടെ തങ്ങളുടെയൊക്കെ ജീവിതങ്ങളിലെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇവരെല്ലാവരും ആയിരിക്കുന്നത്. ഏത് രീതിയിലായാലും വലിയ ത്യാഗമനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ആയിരിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മുടേതായ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാൻ സാധിക്കണം. അല്പമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ആ വലിയ സൗഭാഗ്യത്തോടെ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കണം. ശരീരത്തിൽ ചെളി പറ്റിയാൽ നമ്മൾ കുളിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന കാറിനോ അല്ലെങ്കിൽ ബൈക്കിനോ അതിൽ കറയോ ചെളിയോ പുരണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ കറ പുരണ്ടാൽ ആ കറകളെല്ലാം കഴുകിക്കളയുവാനായിട്ട് വിശുദ്ധ കുമ്പസാരമെന്ന് പറയുന്ന കൂദാശയിലൂടെ സാധിക്കട്ടെ. വലിയ ആഗ്രഹത്തോടെ ആ കുമ്പസാരക്കൂടിനെ നമ്മൾ സമീപിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ വലിയ ആശ്വാസം നമുക്ക് ലഭിക്കുക. ഏറ്റവും മനോഹരമായ രീതിയിൽ
നമ്മൾക്ക് ക്രിസ്മസിനായിട്ട് ഒരുങ്ങാൻ സാധിക്കുന്നത് ഹൃദയം തുറന്നുള്ള ഒരു കുമ്പസാരം കൊണ്ടാണ്. മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാ, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഈശോയെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. കാരണം ചെറുപ്പത്തിലെ മാതാപിതാക്കൾ വലിയ ആഴമേറിയ വിശ്വാസ ജീവിതത്തിലാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. സന്ധ്യമണി അടിക്കുമ്പോഴേ പ്രാർത്ഥിക്കണമെന്ന് നിർദ്ദേശിക്കുമായിരുന്നു. മാതാവും പിതാവും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ചില സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറയുമായിരുന്നു, എനിക്ക് ഈശോയെ കാണണമെന്ന്. ചില സന്ദർഭങ്ങളിൽ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു തരുമായിരുന്നു, ഉറങ്ങുന്ന സമയത്ത്, നീ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈശോയെ എനിക്കങ്ങേ കാണണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കടന്നാൽ ഉറക്കത്തിൽ ഈശോയെ കാണാൻ സാധിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ എൻ്റെ നോട്ട് ബുക്കിൽ പലതവണ കുറിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈശോയെ കാണാനും സ്നേഹിക്കുവാനും ഒക്കെ ആഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാണ് നമ്മളെല്ലാവരും. എങ്ങനെയാ നമുക്ക് ഈശോയെ കാണാൻ സാധിക്കുക? എങ്ങനെയാണ് നമുക്ക് ഈശോയെ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുക? അങ്ങനെ സാധിക്കണമെങ്കിൽ ഹൃദയമൊന്ന് തുറക്കുവാനായിട്ട്, ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളൊക്കെ ഒന്ന് കഴുകിക്കളയുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. അവിടെയാ നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. സുവിശേഷത്തിലൂടെ യാത്ര ചെയ്താൽ നമ്മൾ കാണുവാൻ സാധിക്കും, ശമയോനും ഹന്നയുമൊക്കെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് കാത്തിരുന്നവരാണ്, പ്രാർത്ഥനയോടെ കാത്തിരുന്നവരാണ്. ശിമയോന്റെ കൈകളിലേക്ക് ഈശോയെ സമർപ്പിച്ചപ്പോൾ ഈശോയെ കൈകളിലെടുത്ത് ശിമയോൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന്. ഈശോ കരങ്ങളിലേക്ക് വന്നപ്പോൾ, ഈശോയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടപ്പോൾ, കൈകളിൽ ആവാഹിച്ചപ്പോൾ ആ ശിമയോന്റെ വലിയ സന്തോഷം, ഈ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ എന്ന പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഈശോ വരികയാണ്. നമ്മളും ശമയോനെ പോലെ ഹന്നയെ പോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ഈശോയെ സ്വീകരിക്കുവാനായിട്ട്. ക്രിസ്മസ് വരുവാനായി, ഈശോയുടെ ജനനത്തിരുന്നാളിന് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് പിറന്നു കഴിയുമ്പോൾ അവിടെയാണ് ഈ ലോകത്തിൽ ആരും തരാത്ത സന്തോഷം നമ്മൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സന്തോഷം വേണം, സമാധാനം വേണം. അതിനുവേണ്ടി നമ്മൾ ദാഹിക്കുകയാണ്. ആ ദാഹം അതൊരിക്കലും അടങ്ങാത്ത ദാഹമാണ്. എത്ര കിട്ടിയാലും ഇനിയും വേണം, എത്ര പേരും പ്രശസ്തിയും ഉണ്ടെങ്കിൽ ഇനിയും വേണമെന്ന ചിന്തയാണ് ഉള്ളത്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ, ഈശോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഈ ആഗ്രഹത്തിനൊക്കെ ഒരു വിരാമം ഇടുകയാണ്. അവിടെ വലിയ സന്തോഷമായിരിക്കും, വലിയ സ്നേഹമായിരിക്കും, വലിയ ആനന്ദത്തോടെ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുകയാ, ചെറുപ്പകാലത്ത് എൻ്റെ വല്യമ്മച്ചി പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. മകനെ, നിനക്ക് ആഗ്രഹമുള്ള എന്തും ചോദിച്ചാലും ഈശോ തരും. ഞാൻ പ്രത്യേകമായി പല കാര്യങ്ങളും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു വൈദികനാകണമെന്ന് ആഗ്രഹിക്കാറുണ്ടായിരുന്നു. അങ്ങനെ തീക്ഷ്ണമായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ അമ്മച്ചി എന്നോട് കൂട്ടിച്ചേർത്ത ഒരു കാര്യമുണ്ട്, നീ നന്നായി ഒന്ന് കുമ്പസാരിച്ചിട്ട് അതിനുശേഷം ആദ്യം ചോദിക്കുന്ന ഏത് കാര്യമാണോ അത് ലഭിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, അങ്ങനെ സമയമെടുത്ത് കുമ്പസാരിച്ച് ഈശോയോട് ചോദിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഈശോയോട് നന്ദി പറയുകയാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ 25 ദിവസവും ത്യാഗം ഒക്കെ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊക്കെ നല്ല നിയോഗങ്ങളുണ്ട്, അതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിരന്തരമായിട്ട് നമ്മളങ്ങനെ പ്രാർത്ഥിക്കണം. കാരണം ഒരു വലിയ പ്രതീക്ഷയാണ് ഈശോയുടെ
ജനനം നമുക്ക് നൽകുന്നത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 55-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും. അങ്ങനെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ ഇടവിടാതെ ആ ആഗ്രഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, അപ്പച്ച, അമ്മച്ചി, നിങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത് നിങ്ങൾ നന്ദി പറയണം. ധാരാളം സൗഭാഗ്യങ്ങൾ ദൈവം നൽകിയിട്ടില്ലേ, നന്ദി പറയാം. എന്നാൽ നമ്മളൊക്കെ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പം, തിരിച്ചു വരുമ്പം നമ്മുടെയൊക്കെ മനസ്സെങ്ങനെയാണ്? ആ വലിയ ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു നിമിഷം, ആ വലിയ സന്തോഷം, ആത്മീയ നിർവൃതി നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഞാൻ പ്രസംഗത്തിൻ്റെ മുഖവരയിൽ പറഞ്ഞു വെച്ചു, ഈ അമേരിക്കയിലെ ഈ ജനങ്ങളൊക്കെ കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ഈശോയുടെ അടുക്കിലിരുന്ന് തിരിച്ചു പോകുന്ന അവസരത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പം വലിയൊരു പ്രത്യേകത കാണാൻ പറ്റും. കാരണം കുമ്പസാരിച്ച് കഴിഞ്ഞ ഉടനെ അവർ ഇറങ്ങിപ്പോയില്ല, മറിച്ച് ദേവാലയത്തിലേക്ക് വന്ന് നന്ദി പറഞ്ഞു, നല്ലൊരു കുമ്പസാരം നടത്തുവാനുള്ള കൃപ കിട്ടിയതിനെ ഓർത്ത്. പിന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ, മുമ്പോട്ടുള്ളൊരു ജീവിതം അതെത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ആ ജീവിതത്തെ ഒന്ന് നേരിടുവാനുള്ള കൃപ തരണമേ എന്ന വലിയൊരു പ്രാർത്ഥനയോടെയാണ് അവർ തിരിച്ചു പോകുന്നത്. നമ്മൾക്കും ഇങ്ങനെ ഒരു ആനന്ദം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് നന്ദി പറയാം. കാരണം പലപ്പോഴും വലിയൊരു ഗ്രേസാണ്, വലിയൊരു കൃപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് ഈശോനെ അനുഭവിച്ചറിയണം. ആ വലിയ ഒരു ആഗ്രഹം ഉണ്ടാകണം. ആ വലിയ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നല്ലൊരു കുമ്പസാരം നമ്മൾ നടത്തണം. നമ്മുടെയൊക്കെ വീടുകളിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാവാം, പുൽക്കൂടുകളുണ്ടാവാം, എല്ലാം ഉണ്ട്. അതൊക്കെ വേണം, മനോഹരമായിട്ട് അലങ്കരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയവും ഇതുപോലെ നമുക്ക് അലങ്കരിക്കുവാനായി, ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം എന്നുള്ളതാണ് ഈ ദിവസങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ചില സഹോദരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്, അച്ഛാ, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പലപ്പോഴും ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല, ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല, ചില സന്ദർഭങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുവാൻ പറ്റുമോ എന്ന ചിന്തകളൊക്കെ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്? കാരണം ആഗ്രഹിക്കുന്നു ഒരു സ്ഥലത്ത്, മറുവശത്ത് അതുപോലെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന് ഉത്തരം വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് മൂലം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. ഈ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ഒരു മനുഷ്യനിലുള്ള കാര്യമാണ്. ഇവ രണ്ടും പരസ്പരം എതിർക്കുന്നത് മൂലം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മീയമായി ഒരുങ്ങി വരുവാനായിട്ട് തയ്യാറാകണം. അങ്ങനെ ആത്മീയമായി ഒന്നുകൂടി ഒന്ന് ഒരുങ്ങാനുള്ള ഒരു ആഹ്വാനമാണ് ഈ ദിവസങ്ങൾ നമ്മൾക്ക് നൽകുന്നത്. ഒരു സഹോദരൻ എന്നോട് പങ്കുവെച്ചത് ഇപ്രകാരമാണ്: എൻ്റെ പ്രിയപ്പെട്ട വികാരിയച്ഛനും സഹപ്രവർത്തകരും ഒക്കെ ഞാനൊരു പ്രധാനപ്പെട്ട പദവി ഏറ്റെടുക്കാനായി എന്നെ നിർബന്ധിച്ചു. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് വിട്ടുമാറി. കാരണം എനിക്കറിയാമായിരുന്നു എന്നിലെ കുറവുകൾ. ആ കുറവുകൾ മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് സാധിക്കുന്നില്ല. ഒത്തിരി നാളുകൾ ഞാനത് ശ്രമിച്ചു നോക്കി. വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമല്ലോ എന്നൊരു ചിന്ത ഈ പദവി ഏറ്റെടുക്കാൻ എന്നെ വിസമ്മതിപ്പിച്ചു. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഇതാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കറിയാം കാര്യങ്ങളൊക്കെ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന്, പക്ഷേ സാധിക്കുന്നില്ല. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ
119 അധ്യായത്തിലെ 13 വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: ദൈവമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. ഈ സഹോദരന് ഇവിടെ സംഭവിച്ച കാര്യം ഇതാണ്. തെറ്റ് ചെയ്യുന്നുണ്ട്, ബോധപൂർവമാണ്. പക്ഷേ അവയുടെ ആധിപത്യം വലുതായിരുന്നു. അവ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. നമുക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരൻ്റെ അവസ്ഥയിലൂടെ ചിലപ്പോൾ നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഈ അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളോട് പറഞ്ഞു തരും, ഇതുപോലെയൊക്കെ ഒന്ന് പെരുമാറാമോ? അല്പം സംയമനത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ പെരുമാറാവോ എന്നൊക്കെ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ടാവാം. എന്നാൽ ഒരുപക്ഷെ അത് സാധിക്കാത്ത നിമിഷങ്ങളുണ്ട്, വലിയ ബുദ്ധിമുട്ടിൻ്റെ നിമിഷങ്ങളുണ്ട്. കാരണം ഈ ആധിപത്യം ഇവിടെ കിടക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുപോലുള്ള ആധിപത്യങ്ങളിലൂടെ കടന്നുപോയാൽ, മുമ്പോട്ടുള്ള വളർച്ചയ്ക്ക് വിഘാതമായിട്ട് ആധിപത്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവമേ അതെടുത്ത് മാറ്റണമേ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കാട്രിസ്റ്റുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പങ്കുവച്ചത് ഇപ്രകാരമാണ്: അച്ഛാ, നമുക്കറിയാം, അതായത് അടിമത്തങ്ങളിലൂടെ, അഡിക്ഷനിലൂടെ പോകുന്ന വ്യക്തികളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ. ഒരുപക്ഷെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തികളുണ്ട്. സമൂഹം നോക്കുമ്പം അവരെയൊക്കെ വലിയ മോശമായിട്ട് കാണുന്ന ഒരു പ്രവണതയുമുണ്ട്. അതൊക്കെ നമുക്കറിയാം. എന്നാൽ ഇതിനൊക്കെ ചികിത്സയുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ, മയക്കുമരുന്നിലൂടെയൊക്കെ അടിമപ്പെട്ടു പോയ വ്യക്തികൾക്ക് 2 വർഷം ചികിത്സ നൽകിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ നിശബ്ദമായ ഒരു അടിമത്വമുണ്ട്. അതിലൂടെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: സ്ക്രീൻ അഡിക്ഷൻ, അതായത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റിൻ്റെ മുമ്പിൽ. ഗാഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ മൊബൈൽ ഉണ്ടാവാം, ലാപ്ടോപ്പ് ഉണ്ടാവാം, കമ്പ്യൂട്ടർ ഉണ്ടാവാം. ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ധാരാളം സമയം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടുവാനായി നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ ഗാഡ്ജറ്റിൻ്റെ മുമ്പിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്കറിയാം ഇതിൻ്റെ അകത്തുനിന്ന് മോചനം നേടണമെന്ന്, പക്ഷേ സാധിക്കുന്നില്ല. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നില്ല. ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യേണ്ട സമയത്ത് എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വളരെ അടിമപ്പെട്ടു പോയ നിമിഷം. ഇങ്ങനെ പോയ വ്യക്തികൾക്ക് ഇതിൽ നിന്ന് മോചനം വേണമെങ്കിൽ 6 വർഷത്തെ ചികിത്സ വേണമെന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈ ഗാഡ്ജറ്റുമെല്ലാം നമുക്ക് വേണം, വേണ്ടെന്നല്ല അച്ഛൻ പറയുന്നത്. എത്രമാത്രം സമയമാണ് നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ചിലവഴിക്കുക? ഒരുപക്ഷേ ഈ വചനപ്രഘോഷണം തന്നെ നിങ്ങൾ കേൾക്കുന്നത് യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ കുറ്റ്നസ് ടിവിയുടെ ചാനലിലൂടെയൊക്കെ ആണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നു, നന്ദി പറയാം. എന്നാൽ കൂടുതൽ കൂടുതൽ ശരീരത്തിൻ്റെ പ്രവണതയ്ക്കനുസരിച്ചുള്ള സന്തോഷങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പം വലിയ വേദനയാണ്. ആഗ്രഹം കൊണ്ട് മാറണമെന്ന് പക്ഷേ സാധിക്കുന്നില്ല. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന അവസരത്തിൽ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഏറ്റുപറയേണ്ട പാപങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാപമാണ് സ്ക്രീൻ അഡിക്ഷൻ. ഇതുപോലൊരു സാഹചര്യത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് അനുദപിക്കണം. കാരണം നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ആ അഡിക്ഷനിൽ നിന്ന് തിരിച്ചു വരുവാനായിട്ട്, ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ സമയം മാറ്റിവെക്കണം. നമുക്കറിയാം, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമുണ്ട്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരുപക്ഷെ നല്ലൊരു സിനിമ വന്നു, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് നമ്മൾ നല്ലൊരു പിക്നിക്കിന് പോകുന്നു, നല്ലതാണ്. എന്നാൽ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കുമ്പസാരിക്കുവാനായിട്ട് പോയാൽ എത്രയോ മനോഹരമാണ്.
അതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരവസ്ഥ. ഒരു വൈദികൻ പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ 5 മക്കളാണ്. എല്ലാ മാസവും അപ്പച്ചൻ ഈ മക്കളോട് പറയും കുമ്പസാരം നടത്തണമെന്ന്. എല്ലാ മാസവും ഈ മക്കളെയും കൂട്ടിക്കൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് പോകും. അങ്ങനെ ആദ്യം അപ്പൻ കുമ്പസാരിക്കും, പിന്നീട് മക്കളും കുമ്പസാരിക്കും. എന്തൊരു സന്തോഷമാണ്. ഈ വൈദികൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറുപ്പത്തിലൊക്കെ ഇത് വലിയൊരു ബോറിംഗ് ആയിട്ട് തോന്നി, എന്നാൽ ഇപ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷവും ആത്മീയ നിർവൃതിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമുക്ക് കുടുംബത്തിലുള്ള എല്ലാവരോടും കൂടെ ഒരുമിച്ച് നല്ലൊരു കുമ്പസാരം നടത്തുവാനായിട്ട് സാധിക്കണം. ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരാൾ കുമ്പസാരിക്കും, അല്ലെങ്കിൽ 2 പേര് കുമ്പസാരിക്കും. മറ്റു 2 പേര് പള്ളിയിലും പോകില്ല, കുമ്പസാരിക്കുകയില്ല. അത് വലിയ വേദനയുള്ള ഒരു നിമിഷമാണ്. പ്രിയപ്പെട്ടവരെ, അവരോടൊക്കെ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കത്തില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെ ഒരു വിഷമമുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇത് വലിയൊരു ഹൃദയത്തിൻ്റെ വ്യതയാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ആത്മീയ നിർവൃതി ഉന്നമനമൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അവരുടെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഭയം തോന്നുന്നു. ദൈവമേ, എൻ്റെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക് ഈ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയോട് ഒരു താല്പര്യമുണ്ടാകുവാനായിട്ട്, ഈശോയെ അങ്ങേ സ്വീകരിക്കാനായിട്ട് പുൽക്കൂട്ടിലേക്ക് അങ്ങേ കാണുവാൻ വരുമ്പോൾ ഈ രാജാക്കന്മാർ കാഴ്ചവെച്ചതുപോലെ ഈ പാപങ്ങളെല്ലാം ഒന്ന് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് അങ്ങേ അനുഭവിച്ചറിയുവാനായിട്ട് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളെ വീണ്ടെടുക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾക്ക് നൽകുന്നത്. ആരെങ്കിലും നമ്മളോടൊക്കെ വേദനയോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് രമ്യപ്പെടാം, മനസ്സിൽ ക്ഷമിക്കാം, അവരെ സ്നേഹിക്കുവാനായിട്ട് ശ്രമിക്കാം. ദൈവമേ, ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുകയാണ്. ക്രിസ്മസിനായി, അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഒരുങ്ങുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ, നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപത്തിൻ്റെതായ എല്ലാ അവസ്ഥകളും ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തി പുൽക്കൂട്ടിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.